സമയം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളുടെ ഡെയിലി ബേസിസിൽ നമ്മൾ ഒരുപാട് ഹാബിറ്റ്സ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്, നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം വേസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയും ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഹാബിറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ക്ലട്ടർ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതായത് ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ പല പല കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഡ്രസ്സാണെങ്കിലും ടോയ്സ് ആണെങ്കിലും പേപ്പറിൻ്റെ പല പല കാര്യങ്ങൾ, അതുപോലെ പാത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ ക്ലട്ടർ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്കറിയാം, ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി. കൂടുതൽ ക്ലട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല സാധനങ്ങൾ ഈ ക്ലട്ടറിൻ്റെ ഇടയിൽ പെട്ടിട്ട് അത് എടുക്കാനും നീറ്റാക്കാനും എല്ലാം എടുക്കുന്ന സമയം നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാടാണ്. അപ്പോൾ മാക്സിമം ക്ലട്ടർ ഒഴിവാക്കുക. ക്ലട്ടർ ഉണ്ടാവുന്നതാണ് വൺ ഓഫ് ദ ഹാബിറ്റ്സ്. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കമാണ്. നമ്മൾ കൂടുതൽ ഉറങ്ങിയാലും കുഴപ്പമാണ്, കുറച്ച് ഉറങ്ങിയാലും കുഴപ്പമാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഉറങ്ങിയാൽ, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് 8 മണി 9 മണി 10 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട് അല്ലേ? അപ്പോൾ 10 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും ഉച്ചയായി വൈകിട്ടായി, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കുറച്ച് ഉറങ്ങിയാലും പ്രശ്നമാണ്. കാരണം നമുക്ക് സമയം കിട്ടുമെങ്കിൽ കൂടിയും നെക്സ്റ്റ് ഡേ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും, നമ്മൾ പ്രൊഡക്റ്റീവും ആയിരിക്കില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ടെങ്കിലും അതൊന്നും യൂസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പറ്റില്ല. ഇനി അടുത്തൊരു ഹാബിറ്റ് ഒരുപാട് വറി ചെയ്യുക എന്നുള്ളതാണ്. എന്തിനും ഏതിനും ടെൻഷൻ അടിക്കുകയും വറി ചെയ്യുക എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കൂടുതലും എൽഡർ ലേഡീസിനും എല്ലാം ചിലർക്ക് അങ്ങനെയുള്ളൊരു ഹാബിറ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ടെൻഷനാണ്, പ്രശ്നമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് വൈസും മെൻ്റൽ ഹെൽത്തും എല്ലാം പ്രോബ്ലം വരും. അപ്പം വറി ചെയ്യുന്ന കാര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ആരെങ്കിലും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. വേറെ കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റ് ആകുമ്പോഴാണ് നമ്മളുടെ ഈ വറി മാറിക്കിട്ടുന്നത്. ഇനിയത്തൊരു കാര്യം അഡിക്ഷനാണ്. അഡിക്ഷൻ, പല കാര്യങ്ങളിൽ അഡിക്ഷൻ ഉണ്ടാവുമല്ലേ? എന്ത് കാര്യവും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അഡിക്ഷൻ. അത് മൊബൈലാവാം, ടി വി ആവാം, ടി വി സീരിയൽസ് ആവാം, അതുപോലെ പല കാര്യങ്ങൾ, ഷോപ്പിംഗ് ആവാം. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്താലും അതിനെ അഡിക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ അഡിക്ഷൻ ആകുമ്പോഴത്തേനും ഒരുപാട് സമയം നമ്മളതിൽ സ്പെൻഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനിയത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഓവറായിട്ട് തലയിടുക. അപ്പോൾ നമ്മുടെ കാര്യം ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വളരെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണത്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ. ഇപ്പം ഞാൻ നല്ലപോലെ പ്ലാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പെർഫെക്റ്റ് പ്ലാനറൊന്നുമല്ല, പ്ലാൻ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഒരു ടു ഡു ലിസ്റ്റ് എഴുതാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു സിമ്പിളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഓവറായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നാൽ അപ്പോഴും നമ്മൾ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ അണ്ടർ പ്ലാൻ ചെയ്താലും, ചുമ്മാ എന്തെങ്കിലും എഴുതി വെച്ചാലും അത് നന്നാവില്ല. നമ്മളൊരു പ്രയോറിറ്റിയൊക്കെ അനുസരിച്ച് കുറച്ചൊന്നൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പോഴാണ് അത് നന്നാവുന്നത്. അപ്പോൾ ഒരിക്കലും ഓവറായിട്ടോ അണ്ടറായിട്ടോ പ്ലാൻ ചെയ്യാതിരിക്കുക. ഇനിയൊരു കാര്യമാണ്, നമ്മൾ
എപ്പോഴും ഇത് എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. പെർഫെക്ഷനിസം എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെയ്താലും മതിയാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സമയത്തിന് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്ര സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒരു ഹോം മേക്കറിന് ഉള്ള സമയമായിരിക്കില്ല വർക്കിംഗ് ലേഡിക്ക് ഉണ്ടാവുന്നത് അല്ലേ? അപ്പം കുറച്ച് സമയമുള്ളൂ എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. പലപ്പോഴും പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള സമയമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ കാര്യം നീട്ടി വെക്കാനും ചാൻസ് ഉണ്ട്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ഓർഗനൈസേഷണൽ വീഡിയോസൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ നമ്മൾ അതേപോലെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങി അതേമാതിരി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ള സാധനങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ഒതുക്കി വയ്ക്കുക. അതിന് അത്യാവശ്യം വേണ്ട ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും നമ്മളുടെ ഈ ചാനൽസിനെയൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും സമയവും പണവും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക. ഇനിയത്തെ ഒരു കാര്യമാണ് നമ്മൾ ന്യൂസ് കാണുന്നത് നല്ലതാണെന്ന് പറയുമല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസിൽ പേപ്പറിലാണെങ്കിലും ടി വിയിലാണെങ്കിലും കൂടുതലും നെഗറ്റീവ് ന്യൂസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് TRP കിട്ടുന്നത് നെഗറ്റീവ് ന്യൂസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ ഓവർ ഫോക്കസ്ഡ് ആവരുത്. നമ്മളത് ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും നെഗറ്റിവിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പം നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ടു തുടങ്ങിയാൽ വീണ്ടും നമുക്ക് സജഷൻ വരുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പം അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും അതുപോലെ നമ്മുടെ സമയം വേസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊന്നും നടന്നു കിട്ടില്ല. കാരണം ഒരിക്കലും മറ്റുള്ളവർ തൃപ്തിയായിട്ടുണ്ടാവണം എന്നില്ല. നമ്മളുടെ ഒരു പേസിനോ നമ്മളുടെ ഒരു കഴിവിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ അപ്രിസിയേഷൻ കിട്ടിയാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴും പുറത്ത് പോകാറുണ്ട്. അതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഫാമിലി ടൈം കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലേ. പലപ്പോഴും അച്ഛനും അമ്മയൊക്കെ ബിസി ആയിട്ടിരിക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു സമയം ഉണ്ടാക്കിയെടുക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കഴിയണതും മൊബൈലിൽ എടുത്ത് വയ്ക്കുന്നത് മാറ്റി വയ്ക്കുക. ആ ഒരു ക്വാളിറ്റി ടൈമിൽ നമ്മൾ മൊബൈൽ മാറ്റി വയ്ക്കുക. അതുപോലെ ഫാമിലിയായിട്ട് പുറത്ത് പോകുമ്പോൾ കൂടെ മൊബൈലെടുത്ത് ഇത് ഞാൻ എനിക്കും കൂടി പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ നല്ലപോലെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പം ഞാനും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കൂടുതൽ ടൈം ഫാമിലിയിലോട്ട് കൊടുക്കാനും ആ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിൽ ഫോക്കസ് ആയി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഒരു ബാലൻസ് ആയിരിക്കണമല്ലോ. അപ്പോൾ ഇത് നമുക്കിതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ടു ഡു ലിസ്റ്റ് എഴുതുവാണെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആദ്യം വരുന്നൊരു കാര്യം വെച്ച് നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡേ മൊത്തം ചിലപ്പം ടൈം വേസ്റ്റായി പോകും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഡേ ഷോപ്പിങ്ങിന് വേണ്ടി കളയുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മളങ്ങ് ഇറങ്ങിയിട്ട് ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ഷോപ്പ് ചെയ്തങ്ങ് കളയും. അപ്പോൾ ഇതൊന്ന് ഒഴിവാക്കുക. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഷോപ്പ് ചെയ്യാൻ ചാൻസും ഉണ്ട്. അതുപോലെ നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടയേർഡായിട്ട് പിന്നൊന്നും ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടാവില്ല. അങ്ങനെ ആ സമയവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. നേരത്തെ നമ്മൾ അഡിക്ഷൻ്റെ കൂട്ടത്തിൽ സീരിയൽ പറഞ്ഞു. ഇത് സീരിയൽ ഒരു ടോപ്പിക്കായിട്ട് തന്നെ പറയുകയാണ്. കാരണം പല സ്ത്രീകളുടെയും ഒരുപാട് സമയം പോകുന്നൊരു കാര്യമാണ് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സീരിയൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ആവശ്യത്തിന് ഒന്നോ രണ്ടോ കാണുക. അല്ലാതെ നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ വരുന്ന ഫുൾ സീരിയൽ ഇരുന്ന് കാണുന്ന ആ ഒരു സ്വഭാവം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും.
അതുപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മാക്സിമം ട്രാവൽ ലൈറ്റ് എന്ന് പറയില്ലേ, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളത് പാക്ക് ചെയ്യാനും അൺപാക്ക് ചെയ്യാനും അവിടെ ചെന്ന് സാധനങ്ങൾ മിസ് ചെയ്യും ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ ഓവറായിട്ട് പാക്ക് ചെയ്യുന്നത് കുറയ്ക്കാൻ, നമ്മൾ ഓഫീസിലോട്ടാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും കുട്ടികളുടെ ഡയപ്പർ ആ ബാഗില്ലേ അത് പാക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നമ്മൾ ഓവർ സ്റ്റഫ് ചെയ്യുന്നത് കുറയ്ക്കുക. സാധനങ്ങൾ കൂടുതൽ വാങ്ങിക്കൂട്ടുകയും അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു പോയിൻ്റ് ഞാൻ എന്നോട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ്. ഞാനൊരു മിനിമലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം വാങ്ങാനും പിന്നെ വാങ്ങുന്ന സാധനങ്ങൾ കുറയ്ക്കാനും ഉള്ള സാധനങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനും അത് കൂടുതൽ എൻജോയ് ചെയ്യാനും എല്ലാം വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇത് നമ്മുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയും ഓവറോൾ ഹാപ്പിനെസ്സും എല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ നമ്മൾ ഫോക്കസ് ആയിട്ടിരിക്കുക, അതുവഴി നമ്മൾ മറ്റ് കാര്യങ്ങൾ വിട്ടുപോവുക. ഇതിനെ ടണൽ വിഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതും നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യാനും കുറേ കാര്യങ്ങൾ മിസ്സായി പോകാനും പിന്നീട് നമുക്ക് ഈ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ചില സാധനങ്ങൾ നമുക്ക് ചില കടകളിൽ നിന്ന് വാങ്ങിയാലേ ഒരു സംതൃപ്തിയുള്ളൂ. ചിലപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ അത് കിട്ടുമെങ്കിലും നമുക്ക് ദൂരെ പോയിട്ട് അത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങിയാലേ നമുക്ക് സംതൃപ്തി ആവുള്ളൂ എന്ന ഒരു ഹാബിറ്റ് പലപ്പോഴും നമുക്ക് ഉണ്ടാവലുണ്ട്. അത് ഒന്ന് കുറച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ വാങ്ങി തിരിച്ചു പോരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അത് നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മളോട് തന്നെ ഒരു കുറച്ച് കൈൻഡ്നെസ്, ഫോർഗിവ്നെസ് ഒന്നും തന്നെ ഇല്ലാതിരിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ തന്നെ ഓർത്ത് വറി ചെയ്യുക, അതുപോലെ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാനും അതുപോലെ നമ്മളുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്തും പ്രൊഡക്ടിവിറ്റിയും കുറയാനും വളരെയധികം ചാൻസ് ഉണ്ട്. പലപ്പോഴും നമുക്ക് കുറേ സ്ത്രീകൾക്കും അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ചെയ്താൽ, സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തന്നെ ചെയ്താലേ നമുക്കൊരു തൃപ്തിയുള്ളൂ. അപ്പം വേറൊരാൾക്ക് ആ ഒരു ജോലി ഏൽപ്പിക്കാൻ നമുക്കൊരു മടിയാണ്. ഇനി അതിൻ്റെ കൂടെ അങ്ങനെയുള്ളവർ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും അവരെ അതിൻ്റെ പാട്ടിന് വിടാതെ വീണ്ടും വീണ്ടും അവർ ചെയ്യുന്നത് ശരിയാണോ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ് ആ ചെയ്യുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തയും ഒരു അവസ്ഥയുണ്ട്. ഇതിനെ മൈക്രോ മാനേജിങ് എന്നാണ് പറയുക. അപ്പോൾ അത് ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ സമയം അതിനെ അലോക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒട്ടും കുറഞ്ഞും പോകരുത്, കൂടിയും പോകരുത്. കാരണം എപ്പോഴും നമ്മളിപ്പം ഒരു മണിക്കൂറിൻ്റെ ടാസ്കിന് നമ്മൾ 3 മണിക്കൂർ കൊടുത്താലും ആ 3 മണിക്കൂറിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. നേരെ മറിച്ച് നമ്മളതിന് 1 അവറാണ് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും അത് 1 അവറിൽ തീർക്കും. അപ്പോൾ കറക്റ്റ് ടൈം സെറ്റ് ചെയ്തും കൊണ്ട് ഓരോ ടാസ്കും ചെയ്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചധികം ഹാബിറ്റ്സ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തായാലും ഡെയിലി ചെയ്തു പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കും. അപ്പം എന്തായാലും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലുമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുറേയും കൂടി നമ്മുടെ കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റി കൂടും, ടൈം വേസ്റ്റ് ചെയ്യുന്നത് മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഒരു ഹാർട്ടോ സ്മൈലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഒരു മോഡലിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് വരും, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.